ശശി തരൂരും കോൺഗ്രസും രണ്ട് വഴിക്കോ? രാജ്യമുണ്ടെങ്കിലേ രാഷ്ട്രീയമുള്ളൂ എന്ന് ശശി തരൂർ. അത് കോൺഗ്രസിന്റെ സർക്കാരിന്റെ വഴിയിലായിരിക്കും, എനിക്കറിയില്ല. എന്നെ മന്ത്രി വിളിച്ചു, ഞാനത് ബഹുമതിയെ കണ്ടു. ദേശീയ സേവനത്തിനാണ് അവരാവശ്യപ്പെട്ടത്. അത് ഞാൻ എപ്പോഴും ചെയ്യാൻ തയ്യാറാണെന്ന് ഞാൻ എന്റെ വാക്കും കൊടുത്തു. അതിലാണ് ഞാൻ നിൽക്കുന്നത്. അവർ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്റെ പേര്. ഓപ്പറേഷൻ സിന്ദൂർ വിശദീകരിക്കാനുള്ള കേന്ദ്ര സംഘത്തെ തരൂർ നയിക്കുന്നത് കോൺഗ്രസിന്റെ നിർദ്ദേശമില്ലാതെ. കോൺഗ്രസ് കൊടുത്ത പട്ടികയിൽ തരൂരിന്റെ പേരില്ല. കേന്ദ്ര സർക്കാർ നടപടി സത്യസന്ധമല്ലെന്ന് ജയറാം രമേശ്. അഭിഭാഷകരുടെ ഗ്രൂപ്പിൽ സ്വഭാവ ഹത്യയ്ക്ക് ശ്രമമെന്ന മർദ്ദനമേറ്റ അഡ്വക്കേറ്റ് ശ്യാമിലി. വനിതാ അഭിഭാഷകർ പോലും അപമാനിക്കാൻ ശ്രമിക്കുന്നു. എന്നോടെന്നല്ല, ഒരു കേസിലെയും ഒരു വ്യക്തിമിനെയും ഒന്നും, പ്രത്യേകിച്ച് കോടതി പരിധിയിലിരിക്കുന്ന കാര്യമാണ്. ആരെയും തന്നെ വിക്ടിം ബ്ലെയിമിങ് ഒരിക്കലും ചെയ്യരുത്. അതൊരു ക്രിമിനൽ കുറ്റം കൂടിയാണ്. അപ്പോൾ അതൊരിക്കലും ചെയ്യരുത് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സഹപ്രവർത്തകർ കൂടെ നിൽക്കില്ലെന്ന ശബ്ദ സന്ദേശം പുറത്തു വന്നത് ഇന്ന്. വിക്ടിം ബ്ലെയിം ചെയ്യാൻ ഞാൻ എന്ത് തെറ്റ് ചെയ്തു എന്നുള്ള കാര്യം എനിക്കറിയില്ല. എന്റെ എവിഡൻസ് എന്റെ മുഖത്തുണ്ട്. അത് ഇപ്പോൾ എനിക്ക് മനസ്സിലായി. എന്റെ സഹപ്രവർത്തകർ എന്റെ കൂടെ നിൽക്കില്ല എന്നുള്ള കാര്യം എനിക്ക് പൂർണ്ണ ബോധ്യമായി. ബെയിലിൻ ദാസിന്റെ ജാമ്യാപേക്ഷയിൽ വിധി നാളെ.